ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ 10th സ്റ്റാൻഡേർഡ് ഫിസിക്സിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലെൻസുകളുടെ കുറച്ച് പ്രോബ്ലംസും ആയിട്ടാണ്. അതായത് മുൻ വർഷ ചോദ്യ പേപ്പറിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസും കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്കത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ലെൻസിന്റെ പവർ +2D ആണെങ്കിൽ അതിന്റെ ഫോക്കസ് ദൂരം എത്ര? ദ പവർ ഓഫ് എ ലെൻസ് ഈസ് +2 ഡയോപ്റ്റർ. ഫൈൻഡ് ഇറ്റ്സ് ഫോക്കൽ ലെങ്ത്. അല്ലെ, എന്താണ് കാണേണ്ടത്? ഫോക്കൽ ലെങ്ത് ആണ് കാണേണ്ടത്. ഫോക്കൽ ലെങ്ത്തും പവറും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം അല്ലെ. P ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? P ഇസ് ഈക്വൽ ടു 1/f ആയിരുന്നു അല്ലെ. P ഇസ് ഈക്വൽ ടു 1/f. ഇവിടെ പവർ തന്നിട്ടുണ്ട്, ഫോക്കൽ ലെങ്ത് ആണ് കാണേണ്ടത്. അപ്പൊ ഫോക്കൽ ലെങ്ത് കാണാൻ എന്ത് ചെയ്യും? എഫിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ, പിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ അല്ലെ. അപ്പൊ F ഇസ് ഈക്വൽ ടു എന്താവും? 1/p എന്നാവും അല്ലെ. 1/p എന്നാവും. ഇനി എന്ത് ചെയ്യാ? ചെയ്ത് കൊടുക്കുക അല്ലെ. 1/, പവർ എത്ര തന്നിട്ടുള്ളത്? 2 ഡയോപ്റ്റർ. 2 1/2 എത്ര കിട്ടും നമുക്ക്? 1 2 അല്ലെ. ഇത് 0 പ്രാവശ്യം പോകും അല്ലെ. 1 പോയിന്റ് ഇട്ട് 10 വന്ന് 0.5 വന്ന് അല്ലെ. അപ്പൊ എത്ര കിട്ടി? ഞാൻ താഴ്ത്തി ചെയ്തേ. അപ്പൊ ആൻസർ എത്ര കിട്ടും നമുക്ക്? 0.5 മീറ്ററിന് കിട്ടും അല്ലെ. 0.5 മീറ്ററിന് കിട്ടും. അതെന്താ 0.5 മീറ്ററിന് തന്നെ എഴുതാൻ കാരണം? എനിക്കെന്താ 0.5 സെന്റിമീറ്റർ എഴുതി കഴിഞ്ഞാൽ എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, പവർ കാണുമ്പോൾ ഫോക്കൽ ലെങ്ത് അല്ലെ, ഫോക്കസ് ദൂരം എപ്പോഴും മീറ്ററിലായിരിക്കും ഉണ്ടാവും അല്ലെ. അതുകൊണ്ടാണ് 0.5 മീറ്റർ എന്ന് വന്നത്. അപ്പൊ ഇത് സെന്റിമീറ്ററിലാക്കാൻ എന്ത് ചെയ്യണം? ×100 ചെയ്താൽ മതി അല്ലെ. അപ്പൊ 0.5 × 100 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 50 സെന്റിമീറ്ററിന് കിട്ടും അല്ലെ. 50 സെന്റിമീറ്റർ അല്ലെങ്കിൽ 0.5 മീറ്റർ ആണ് ഈ ഒരു ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് അല്ലെ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് സിമ്പിൾ ആണ്. 1 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പവർ തന്നിട്ടുണ്ട്, ഫോക്കൽ ലെങ്ത് കാണാനാണ് ചോദിച്ചത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Match the following statements associated with the mirror in column A, B and C in correct order. ദർപ്പണങ്ങളുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പട്ടികയിൽ നൽകിയിരിക്കുന്നു. ഇവ ശരിയായ രീതിയിൽ ചേർത്ത് എഴുതുക. ദർപ്പണങ്ങൾ അല്ലെങ്കിൽ മിറർ അതല്ല നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത് അല്ലെ. ലെൻസുകൾ, കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്, ലെൻസുകളെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. കോൺകേവ് മിററിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല, കോൺവെക്സ് മിററിനെ കുറിച്ചും പഠിച്ചില്ല. പക്ഷെ കോൺവെക്സ് ലെൻസും അറിയാം അല്ലെ. അപ്പോൾ കോൺകേവ് മിറർ, കോൺകേവ് ലെൻസ് എങ്ങനെയായിരുന്നു? ഓൾവേസ് ഫോംസ് ഡിമിനിഷ്ഡ് ഇമേജ് ആയിരുന്നു. പക്ഷെങ്കിൽ കോൺകേവ് മിറർ എന്താ? എപ്പോഴും ഫോം ചെയ്യുക എൻലാർജ്ഡ് ഇമേജസ്. എന്താണ്? കോൺകേവ് ദർപ്പണം അല്ലെ. കോൺകേവ് ലെൻസാ ഇവിടെ ഉള്ളതെങ്കിൽ പ്രതിബിംബം എല്ലായ്പ്പോഴും ചെറുതായിരിക്കുമായിരുന്നു. പക്ഷെങ്കിൽ ഇവിടെ എന്താ ഉള്ളത്? കോൺകേവ് ദർപ്പണമാണുള്ളത് അല്ലെ. ദർപ്പണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ദർപ്പണം എല്ലായ്പ്പോഴും വലുതായിരിക്കും ഉണ്ടാക്കുക കേട്ടോ, വലുതായിരിക്കും. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കോൺകേവ് ലെൻസ്, കോൺവെക്സ് ലെൻസ്, ഓക്കെ, അതുപോലെ തന്നെ കോൺകേവ് മിററും ഉണ്ട്, കോൺവെക്സ് മിററും ഉണ്ട് അല്ലെ. കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും, കോൺകേവ് മിററും കോൺവെക്സ് മിററും അല്ലെ. കോൺകേവ് ലെൻസ് ഡിമിനിഷ്ഡ് ആണ് ഉണ്ടാക്കുക അല്ലെ. ഡിമിനിഷ്ഡ്, ചെറുതാണ് ഉണ്ടാക്കുക. കോൺവെക്സ് ലെൻസ് ആണ് വലുതുണ്ടാക്കുക അല്ലെ. വലുതാണ് കോൺവെക്സ് ലെൻസ് ഉണ്ടാക്കുക. ലെൻസിന്റെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മളുടെ മിററിന്റെ വരിക. അപ്പൊ കോൺകേവ് മിറർ എങ്ങനെയായിരിക്കും? എല്ലായ്പ്പോഴും വലുതായിരിക്കും ഉണ്ടാക്കുക. കോൺവെക്സ് മിററോ എല്ലായ്പ്പോഴും ചെറുതുമാണ് ഉണ്ടാക്കുക. ഓക്കെ, ഒരു കാര്യം പഠിച്ചു വെക്കുക, ലെൻസിന്റെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മളുടെ മിററിന്റെ വരിക. അപ്പൊ കോൺവെക്സ് മിറർ എന്തായിരിക്കും? കോൺവെക്സ് ദർപ്പണം എന്തായിരിക്കും? എല്ലായ്പ്പോഴും ചെറിയ ഇമേജ് അല്ലെ. എല്ലായ്പ്പോഴും പ്രതിബിംബം എല്ലായ്പ്പോഴും ചെറുതായിരിക്കും. അടുത്ത പ്ലെയിൻ മിറർ അല്ലെ, സമതല ദർപ്പണം എന്താ? സൈസ് ഓഫ് ദി ഇമേജും ഒബ്ജക്റ്റും എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലെ. പ്രതിബിംബത്തിന്റെ വലിപ്പവും വസ്തുവിന്റെ വലിപ്പവും തുല്യമായിരിക്കും. ഇനി അടുത്ത നമ്മളുടെ ഈ കോൺകേവ് മിറർ ഉണ്ടല്ലോ, ഓൾവേസ് ഫോം എൻലാർജ്ഡ് ഇമേജസ് യൂസ് ചെയ്യുന്ന ആരായിരിക്കും? നമ്മളുടെ വലുതായിട്ട് കാണണമെങ്കിൽ ആരായിരിക്കും യൂസ് ചെയ്യുക? ഫേസ് കാണാനാണോ? അല്ല,
ഡെന്റിസ്റ്റ് അല്ലേ, ഡെന്റിസ്റ്റുകളാണ് ഉപയോഗിക്കുക അല്ലെ. നമ്മളുടെ പല്ലൊക്കെ വലുതായിട്ട് കാണാനായിട്ട് നമ്മളുടെ ആരാണ് നോക്കുക, ദന്ത ഡോക്ടറാണ് ഉപയോഗിക്കുക അല്ലെ. ഇനി അടുത്തത് ദ സൈസ് ഓഫ് ഇമേജ് ആൻഡ് സൈസ് ഓഫ് ഒബ്ജക്ട് വിൽ ബി ഈക്വൽ. പ്രതിബിംബത്തിന്റെ വലുപ്പവും വസ്തുവിന്റെ വലുപ്പവും തുല്യമായിരിക്കും. എന്തിനായിരിക്കും? നമ്മളുടെ മുഖം നോക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ടു സീ ദി ഫേസ് ആണ്. നെക്സ്റ്റ് വൺ, ഓൾവേസ് ഫോം എ ഡിമിനിഷ്ഡ് ഇമേജ്. എപ്പോഴും ഒരു കുഞ്ഞ് ഇമേജ് ഫോം ചെയ്യുക അല്ലെ. പ്രതിബിംബം എല്ലായ്പ്പോഴും ചെറുതായിരിക്കും. അതെന്തിനാ യൂസ് ചെയ്യുന്നത്? നമ്മളുടെ വാഹനങ്ങളിൽ അല്ലെ, വാഹനങ്ങളുടെ റിയർ വ്യൂ കണ്ണാടിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മളുടെ മിററിന്റെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ലെൻസിന്റെ വെച്ചിട്ടല്ല. ഓക്കെ, മിററാണോ ലെൻസ് ആണോ തന്നിട്ടുള്ളത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇപ്രാവശ്യം മിറർ പഠിക്കാനില്ല, ലെൻസ് മാത്രമേ പഠിക്കാനുള്ളൂ. എന്നിരുന്നാലും മനസ്സിലാക്കി വെക്കുക കേട്ടോ. ലെൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും മിററിന്റെ വരിക കേട്ടോ. കോൺകേവ് ലെൻസ് ആണെങ്കിൽ അത് ഡിമിനിഷ്ഡ് അല്ലെ, ചെറിയ പ്രതിബിംബത്തിനെ രൂപീകരിക്കപ്പെടാം. പക്ഷെങ്കിൽ ഇവിടെ മിറർ ആയതുകൊണ്ട്, മിറർ ആവുമ്പോൾ അതെന്തായിരിക്കും? എൻലാർജ്ഡ് ഇമേജസ്, എല്ലായ്പ്പോഴും വലുതായിരിക്കും. ആ ഒരു കമ്പാരിസൺ വെച്ച് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ ഡയഗ്രാം ഓഫ് എൻ ഒബ്ജെക്ട് പ്ലേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് എ കോൺവെക്സ് ലെൻസ്. ഒരു കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ അക്ഷത്തിൽ വസ്തു വച്ചിരിക്കുന്ന ചിത്രം ശ്രദ്ധിക്കുക. ഇവിടെ അല്ലെ മുഖ്യ അക്ഷത്ത് അല്ലെ, മുഖ്യ അക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പ്രിൻസിപ്പൽ ആക്സിസ് അല്ലെങ്കിൽ ഇതാണ് അല്ലെ ഒപ്റ്റിക് ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിനെ തന്നെയാണ് നമ്മൾ ഒപ്റ്റിക് ആക്സിസ് എന്ന് പറയാം. ഒപ്റ്റിക് ആക്സിസിൽ ഒരു വസ്തുവിനെ വെച്ചിട്ടുണ്ട്. കോപ്പി ഡൗൺ ദ റേ ഡയഗ്രാം ആൻഡ് കംപ്ലീറ്റ് ഇറ്റ് ടു ഷോ ദ പൊസിഷൻ ഓഫ് ദ ഇമേജ്. രേഖാചിത്രം പൂർത്തീകരിച്ച് പ്രതിബിംബത്തിന്റെ സ്ഥാനം കണ്ടെത്തുക. ലഭിച്ച പ്രതിബിംബത്തിന്റെ സ്വഭാവങ്ങൾ എഴുതുക അല്ലെ. എന്നാൽ നമുക്ക് എഴുതിക്കൂടെ? നോക്കാം. ഇവിടെ എവിടെയാ വെച്ചിട്ടുള്ളത്? ഫോക്കസിന്റെയും 2Fന്റെയും അല്ലെ, ഫോക്കസിന്റെയും 2Fന്റെയും ഇടയിലാണ് വെച്ചിട്ടുള്ളത്. ഇത് ഏത് ലെൻസ് ആണ്? നമ്മളുടെ കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് വരക്കാം അല്ലെ. പാരലൽ പ്രിൻസിപ്പൽ ആക്സിസ് അല്ലെ, പ്രിൻസിപ്പൽ ആക്സിസ് പ്രകാശിക കേന്ദ്രം, പ്രകാശിക അക്ഷം അല്ലെ, പ്രകാശിക അക്ഷത്തിന് സമാന്തരമായിട്ട് വരുന്നതൊക്കെ ഏതിലൂടെയാണ് പാസ് ചെയ്തു പോവാ? നമ്മളുടെ ഫോക്കസിലൂടെ കടന്നു പോകും അല്ലെ. നമ്മളുടെ ഏതിലൂടെ കടന്നു പോകും? ഫോക്കസിലൂടെ കടന്നു പോകും. ഇനി അടുത്തത് ഇവിടെ എന്തുണ്ട്? ഒപ്റ്റിക് സെന്റർ ഉണ്ട് അല്ലെ, പ്രകാശിക കേന്ദ്രമുണ്ട് അല്ലെ. പ്രകാശിക കേന്ദ്രത്തിലൂടെ ഉള്ളത് എങ്ങനെ? പ്രകാശിക കേന്ദ്രത്തിൽ തട്ടിക്കഴിഞ്ഞാൽ പ്രകാശിക കേന്ദ്രത്തിലൂടെ പോയി ഇങ്ങനെ പോവും അല്ലെ. അതുപോലെ പ്രകാശിക കേന്ദ്രത്തിലൂടെ ഇങ്ങനെ അങ്ങ് പോവും അല്ലെ. എന്നിട്ട് ഇതൊരു സ്ഥലത്ത് കൂട്ടിമുട്ടും അല്ലെ, ഒരു പോയിന്റിൽ കൂട്ടിമുട്ടും. ആ പോയിന്റിലാണ് നമ്മളുടെ ആരുണ്ടാവുക? നമ്മളുടെ പ്രതിബിംബം ഉണ്ടാവുക. നിങ്ങൾ സ്കെയിലും പെൻസിലും വെച്ച് വരക്കണം കേട്ടോ. ഞാനിത് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് വരച്ച കൊണ്ടാണ് ഇങ്ങനെ വളഞ്ഞു പോകുന്നത്. സ്കെയിലും പെൻസിലും വെച്ച് വരച്ചു കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ കിട്ടി. അപ്പൊ നമ്മൾ എന്താ? റേ ഡയഗ്രാം അല്ലെ, രേഖാചിത്രം പൂർത്തീകരിച്ചിട്ടുണ്ട്. റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ് ഒബ്റ്റൈൻഡ്. ഈ ഒരു പ്രതിബിംബത്തിന്റെ അല്ലെ, എന്താണ്? ലഭിച്ച പ്രതിബിംബത്തിന്റെ സ്വഭാവങ്ങൾ എഴുതുക. എന്തൊക്കെയാണ് സ്വഭാവം? യെസ്, എങ്ങനെയാണുള്ളത്? തല തിരിഞ്ഞിട്ടാണുള്ളത് അല്ലെ, തല കീഴായിട്ടാണുള്ളത്. തല കീഴായിട്ടാണുള്ളത്, അതായത് ഇൻവേർട്ടഡ് ആണ് അല്ലെ, ഇൻവേർട്ടഡ് ആണ്. ഇൻവേർട്ടഡും തല കീഴായിട്ടും ആണെങ്കിൽ അത് എന്തായിരിക്കും? റിയൽ ആയിരിക്കും അല്ലെ, യഥാർത്ഥമായിരിക്കും. റിയൽ ആയിരിക്കും, യഥാർത്ഥമായിരിക്കും. പിന്നെ വേറെന്താണ്? നമ്മളുടെ വസ്തുവിനേക്കാൾ വലുതാണ് നമ്മളുടെ ഇമേജ് അല്ലെ, വസ്തുവിനേക്കാൾ വലുതാണ് നമ്മളുടെ പ്രതിബിംബം അല്ലെ. എന്താണ്? എൻലാർജ്ഡ് ആണ് അല്ലെ, എൻലാർജ്ഡ് ആണ് അല്ലെ, വലുതാണ്, എൻലാർജ്ഡ് ആണ്, വലുതാണ്. പിന്നെ എന്താണ്? എവിടെയാണ് നമ്മളുടെ ഇമേജ് പ്രതിബിംബം രൂപീകരിക്കപ്പെട്ടത്? 2Fന് അപ്പുറം അല്ലെ, 2Fന് അപ്പുറമായിട്ടാണ് ഫോം ചെയ്തത് അല്ലെ. ഇമേജ് ഈസ് ഫോംഡ് ബിയോണ്ട് 2F അല്ലെ. 2Fന് അപ്പുറം, 2Fന് അപ്പുറമായിട്ടാണ് ആരുണ്ടായിട്ടുള്ളത്? നമ്മളുടെ പ്രതിബിംബം ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞുതരാം. ഇതൊക്കെ നമ്മൾ വരച്ച് കുറേ പഠിച്ച് തഴമ്പിച്ച കാര്യങ്ങളാണ് അല്ലെ. നമ്മളുടെ എന്താ? ഫോക്കസിന്റെയും 2Fന്റെയും ഇടയിൽ വെച്ച് ഒരു പാരലൽ സമാന്തരമായിട്ട് പോകുന്നത് ഫോക്കസിലൂടെ കടന്നു പോകും. പ്രകാശിക കേന്ദ്രം ഒപ്റ്റിക് സെന്ററിലൂടെയുള്ള അതേ കടന്നു പോകും. അത് രണ്ടും കൂട്ടിമുട്ടുന്ന പോയിന്റിലാണ് നമ്മളുടെ ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബം രൂപീകരിക്കപ്പെടുന്നത് അല്ലെ. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പ്രതിബിംബം എങ്ങനെയാ? തല കീഴായിട്ടാണുള്ളത് അല്ലെ, ഇൻവേർട്ടഡ് ആയിട്ടാണ് ഉള്ളത്. പിന്നെ എന്താണ്? റിയൽ ആണ് അല്ലെ, ഇപ്പുറത്തല്ലാലോ ഇമേജ് ഫോം ചെയ്തത് അല്ലെ. വസ്തു വെച്ച സ്ഥലത്ത് തന്നെയാണ് നമ്മളുടെ ഇമേജ് ഫോം ചെയ്തതെങ്കിൽ എന്തായിരിക്കും? നമ്മളുടെ
അത് വെർച്വൽ ആയിരിക്കും അല്ലെ. ഇത് അപ്പർ ആയത് കൊണ്ട് എന്താ റിയൽ ആണ് അല്ലെ, മിഥ്യയല്ല യഥാർത്ഥമാണ് അല്ലെ. പിന്നെ എന്താ വസ്തുവിനേക്കാൾ വലുതുമാണ് അല്ലെ, വസ്തുവിനേക്കാൾ വലുതും ആണ്. ഓക്കെ അല്ലേ ക്വസ്റ്റ്യൻ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The midpoint of a lens is known as. ഒരു ലെൻസിന്റെ മധ്യബിന്ദു ഡാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഒപ്റ്റിക് സെന്റർ അല്ലെ, പ്രകാശിക കേന്ദ്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അല്ലെ. ദ മിഡ് പോയിന്റ് ഓഫ് എ ലെൻസ് ഇസ് നോൺ ആസ് ഒപ്റ്റിക് സെന്റർ. ഒരു ലെൻസിന്റെ മധ്യബിന്ദു എന്ന പേരിൽ അറിയപ്പെടുന്നത് പ്രകാശിക കേന്ദ്രം ആണ്. ഓക്കെ, the image formed by a convex lens is inverted and diminished. Then the object must be placed at 2f, beyond 2f, between f and 2f, at f. ഒരു കോൺവെക്സ് ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബം ചെറുതും തലകീഴായതുമാണെങ്കിൽ വസ്തുവിന്റെ സ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചത്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാ അല്ലെ. 2f-ലും ബിയോണ്ട് 2f-ലും എഫിൻ്റെയും 2f-ൻ്റെയും എഫിലും ഒക്കെ വെച്ചതിന് ശേഷം എവിടെയൊക്കെയാണ് നമുക്ക് ഇമേജ് പ്രതിബിംബം കിട്ടുന്നത്, ആ ഇമേജിന്റെ സവിശേഷതകൾ അതായത് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. അങ്ങനെ ഒരു കോൺവെക്സ് ലെൻസിൽ തല കീഴായത് അല്ലെ, ഇൻവേർട്ടഡും ചെറുതുമായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എവിടെ ആയിരിക്കണം വസ്തുവിനെ വെക്കുന്നത്? വസ്തുവിനെ ബിയോണ്ട് 2f അല്ലെ, 2f-ന് അപ്പുറത്താണ് നമ്മൾ എന്ത് വെക്കുന്നത്? വസ്തുവിനെ വെക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If the image formed from a convex lens is erect and enlarged, image is formed at. ഒരു കോൺവെക്സ് ലെൻസിൽ ലഭിക്കുന്ന പ്രതിബിംബം വലുതും നിവർന്നതുമാണെങ്കിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് അല്ലെ. ഇത് ഒറ്റൊരു കേസ് മാത്രം അല്ലെ, എൻലാർജ്ഡ്, ഇറക്റ്റ് അല്ലെ. നമ്മളുടെ കോൺവെക്സ് ലെൻസിന് 5 കേസ് അങ്ങ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 4 എണ്ണത്തിലും ഇൻവേർട്ടഡ് ആയിരുന്നു അല്ലെ, 4 എണ്ണത്തിലും തല കീഴായിട്ടായിരുന്നു ഉള്ളത്. പക്ഷെ ഒറ്റൊരു കേസിൽ മാത്രം നമ്മൾ നിവർന്നതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. എങ്ങനെയായിരുന്നു? നമ്മളുടെ ഒരു കോൺവെക്സ് ലെൻസ് വരച്ചു, പ്രകാശിക അക്ഷം ഒപ്റ്റിക് ആക്സിസ് വരച്ചു, പ്രകാശിക കേന്ദ്രം വരച്ചു അല്ലെ. ഇവിടെയൊക്കെ നമുക്ക് ഫോക്കസ് ഒക്കെ വരച്ചു അല്ലെ. എന്നിട്ട് നമ്മൾ ഈ ഒരു സൈഡിൽ വെച്ചപ്പോൾ നമുക്ക് ഇവിടെയായിട്ട് നമുക്ക് എന്ത് ഫോം ചെയ്ത കണ്ടിട്ടുണ്ട് അല്ലെ? ഇമേജ് അല്ലെ, പ്രതിബിംബം ഈ ഒരു സൈഡിൽ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ലെൻസിന്റെയും ഫോക്കസിന്റെയും അല്ലെ, ലെൻസിന്റെയും ഫോക്കസിന്റെയും ഇടയിലാണ് നമ്മൾ വസ്തുവിനെ വെച്ചതെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് അല്ലെ, വസ്തു എവിടെയാണോ വെച്ച് അതേ സൈഡിൽ തന്നെ ആരെ ഉണ്ടായിട്ടുണ്ട്? നമ്മളുടെ ഇമേജ് പ്രതിബിംബം ഉണ്ടായിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഇറക്റ്റും ആണ്, എൻലാർജ്ഡ് ആയിട്ടുള്ള എങ്ങനെയാണ്? സെയിം സൈഡ് ഓഫ് ദി ഒബ്ജക്റ്റ് അല്ലെ, പ്രതിബിംബത്തിന്റെ വസ്തുവിന്റെ അതേ വശത്തായിരുന്നു നമ്മളുടെ എന്ത് ഫോം ചെയ്തിട്ടുള്ളത്? നമ്മളുടെ പ്രതിബിംബം ഫോം ചെയ്തിട്ടുള്ളത് അല്ലെ. ഓക്കെ അല്ലേ? റൈറ്റ് എനി വൺ ആപ്ലിക്കേഷൻ ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ഇമേജ് ഫോർമേഷൻ. എന്താണ് ഈ ഒരു ഇമേജ് ഫോർമേഷന്റെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ആപ്ലിക്കേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ടെലസ്കോപ്പ് അല്ലെ, ടെലസ്കോപ്പുകളിൽ പിന്നെ നമ്മളുടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ അല്ലെ, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലൊക്കെ ഇതാണ് ഉപയോഗിക്കുന്നത് അല്ലെ. ഇത്തരത്തിൽ പ്രതിബിംബം രൂപപ്പെടുത്തുന്നതിന്റെ ഒരു പ്രായോഗിക ഉപയോഗം എഴുതുക. ഏതൊക്കെയാണ്? നമ്മളുടെ ടെലസ്കോപ്പിലും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ നൽകിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ വസ്തു സ്ഥിതി ചെയ്യുമ്പോൾ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ 2 സ്വഭാവങ്ങൾ വീതം എഴുതുക അല്ലെ. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? റൈറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ് ഫോംഡ് ബൈ എ കോൺവെക്സ് ലെൻസ് വെൻ ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദി ഫോളോയിങ് പൊസിഷൻ അല്ലെ. ഒബ്ജക്റ്റിനെ അനന്തതയിൽ ഇൻഫിനിറ്റിയിൽ വെക്കുമ്പോൾ അല്ലെ, വസ്തുവിനെ അനന്തതയിൽ ഇൻഫിനിറ്റിയിൽ വെക്കുമ്പോൾ എവിടെയാണ് നമുക്ക് പ്രതിബിംബം ഇമേജ് കിട്ടുന്നത്? എഫിനും 2f-നും ഇടയിൽ വെക്കുമ്പോൾ എവിടെയാണ് പ്രതിബിംബം കിട്ടുന്നത്? അത് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് എവിടെ വെച്ച് നോക്കാം? ഇൻഫിനിറ്റിയിൽ വെച്ച് നോക്കാം അല്ലെ. ഇൻഫിനിറ്റി അനന്തതയിൽ വെക്കാം അല്ലെ. പ്രകാശിക കേന്ദ്രം ഒക്കെ വരച്ചു. നമുക്ക് എന്തുണ്ട്? ഫോക്കസുകളുണ്ട് അല്ലെ, ഫോക്കസുകളുണ്ട്. ഓക്കെ, ഫോക്കസുകളൊക്കെ വരച്ച് എവിടെയാണുള്ളത്? അനന്തതയിൽ അല്ലെ. വസ്തു ഇൻഫിനിറ്റി അനന്തതയിൽ നിന്നാണ് വരുന്നത്. അനന്തതയിൽ നിന്ന് വരുമ്പോൾ എന്താ? എയിലൂടെ ആയിരിക്കും വരിക, എങ്ങനെയായിരിക്കും വരിക? അത്
പാരലൽ അല്ലെ, സമാന്തരമായിട്ടായിരിക്കും വരിക. സമാന്തരമായിട്ട് വരുന്നത് എവിടത്തേക്കാ പോവാ? നമ്മളുടെ ഫോക്കസിലേക്കാണ് പോവുക അല്ലെ, നമ്മളുടെ ഫോക്കസിലേക്കാണ് പോവുക. ഓക്കെ, അപ്പോൾ അനന്തതയിൽ നിന്നുള്ള വരച്ചു കഴിഞ്ഞു അല്ലെ. അനന്തതയിൽ ഇൻഫിനിറ്റിന്ന് ലൈറ്റ് വരുന്നു, അത് ഫോക്കസിലേക്ക് കൺവേർജ് ചെയ്യുന്നു അല്ലെ, ഫോക്കസിലേക്ക് സംരചിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമ്മളുടെ വസ്തു ഉണ്ടായിട്ടുള്ളത് എവിടെയാണ്? ഫോക്കസിലാണ് നമ്മളുടെ വസ്തു ഉണ്ടായിട്ടുള്ളത് അല്ലെ. പിന്നെ എന്താണ്? റിയൽ ആണ് അല്ലെ. വസ്തു ഇവിടെയാണുള്ളത്, ഇമേജ് പ്രതിബിംബം ഇപ്പറാണുള്ളത്. അപ്പൊ എന്താണ്? റിയൽ ആണ്, അതായത് യഥാർത്ഥമാണ് അല്ലെ, യഥാർത്ഥം ആണ്. അടുത്ത എന്താ? വസ്തുവിനേക്കാൾ ഒത്തിരി ചെറുതാണ് അല്ലെ. ഇവിടെയാണ് ഫോം ചെയ്തത്. ഇവിടെ ഫോം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അത്രയും അല്ലെ, ഹൈലി ഡിമിനിഷ്ഡ് ആയിരിക്കും. എന്താണ്? ഹൈലി ഡിമിനിഷ്ഡ് ആയിരിക്കും. അത്രക്കും ചെറുതാണ് അല്ലെ, വളരെയധികം ചെറുതാണ് അല്ലെ, വളരെയധികം ചെറുതാണ്. അപ്പൊ അനന്തതയിൽ നിന്ന് വരുന്ന പ്രകാശരശ്മിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അത് സമാന്തരമായിട്ട് വരും, ഫോക്കസിലേക്ക് കൺവേർജ് ചെയ്യും അല്ലെ, സംരചിക്കുകയാണ് ചെയ്യുന്നത്. അത് യഥാർത്ഥമായിരിക്കും അല്ലെ, യഥാർത്ഥം റിയൽ ആയിരിക്കും, അത്രക്കും ചെറുതായിരിക്കും അല്ലെ, ഹൈലി ഡിമിനിഷ്ഡും ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കാം. എഫിനും ടു എഫിനും ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക അല്ലെ, അത് നോക്കാം. ഇവിടെ എഫ് ഉണ്ട്, ഇവിടെ എന്തുണ്ട്? ടു എഫ് ഉണ്ട്. അതുപോലെ ഇപ്പുറവും എഫ് ഉണ്ട്, ഇവിടെയും ടു എഫ് ഉണ്ട്. എഫിനും ഇടയിൽ ഞാനൊരു വസ്തുവിനെ വെച്ചു. ഓക്കെ, സ്കെയിലും പെൻസിലും വെച്ച് വരക്കണേ. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ വളഞ്ഞു പോവും, തെറ്റിപ്പോവും. ഓക്കെ, അപ്പൊ ഇങ്ങനെ സമാന്തരമായിട്ട് വരുന്നത് അല്ലെ, സമാന്തരമായിട്ട് ഏതിലൂടെ കടന്നു പോകും? നമ്മളുടെ ഫോക്കസിലൂടെ കടന്നു പോവും. ഇനി അടുത്ത എന്താ? പ്രകാശിക കേന്ദ്രം, ഒപ്റ്റിക് സെന്ററിലൂടെ ഉള്ളത്. ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോയി ഒരു പോയിന്റിൽ വെച്ച് മീറ്റ് ചെയ്യും അല്ലെ. ഈ ഒരു പോയിന്റിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത്? മീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെയാണ് നമുക്ക് എന്തുണ്ടായിട്ടുള്ളത്? നമ്മളുടെ പ്രതിബിംബം, ഇമേജ് ഉണ്ടായിട്ടുള്ളത് അല്ലെ. ഇമേജ് പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാ? തല തിരിഞ്ഞിട്ടാണ് അല്ലെ, തല കീഴായിട്ടാണുള്ളത്, അതായത് ഇൻവേർട്ടഡ് ആണ്. പിന്നെ എന്താണ്? റിയൽ ആണ് അല്ലെ, യഥാർത്ഥമാണ് അല്ലെ. ഈ ഒരു സൈഡിലാണോ? വസ്തു ഇവിടെയാണോ വെച്ച് അവിടെ തന്നെയാണോ നമ്മളുടെ ഇമേജ് ഫോം ചെയ്തത്? അല്ല, നേരെ ഓപ്പോസിറ്റ് ഇല്ല. അതുകൊണ്ട് എന്താണ്? റിയൽ ആണ്, യഥാർത്ഥമാണ്. പിന്നെ എന്താണ്? വസ്തുവിനേക്കാൾ വലുതാണ് നമ്മളുടെ ഇമേജ് അല്ലെ, മാഗ്നിഫൈഡ് ആണ് അല്ലെ, മാഗ്നിഫൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതാണ്. ഓക്കെ, വലുതാണ്, മാഗ്നിഫൈഡ് ആണ്. ഓക്കെ അല്ലേ, ഇത് ക്ലിയർ അല്ലേ? നമുക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആ ക്വസ്റ്റ്യനും കൂടി നോക്കിയിട്ട് നമുക്ക് ഇന്നത് നിർത്താം. ഓക്കെ, ഒബ്സർവ് ദ റേ ഡയഗ്രാം ഗിവൺ ബിലോ. നൽകിയ രേഖാചിത്രം നിരീക്ഷിക്കും. റീഡ്രോ ദ ഡയഗ്രാം ആൻഡ് കംപ്ലീറ്റ് ഇറ്റ് ടു ഗെറ്റ് ദ ഇമേജ് അല്ലെ. ഒരു രേഖാചിത്രം കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എവിടെയാണ് നമ്മൾ വസ്തുവിനെ വെച്ചിട്ടുള്ളത്? ദാ ഈ ഒരു 2F അല്ലെ, 2Fന് ബിയോണ്ട് ആയിട്ടാണുള്ളത് അല്ലെ, 2Fന് അപ്പുറമായിട്ടാണ് ഉള്ളത് അല്ലെ. അങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ആദ്യം അല്ലെ, വസ്തു ഇവിടെ വെച്ചിട്ടുണ്ട്. വസ്തു ആദ്യം പ്രകാശിക കേന്ദ്രം, ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നുപോയി. ഓക്കെ, ഇനി അടുത്ത എങ്ങനെയായിരിക്കും? നമ്മളുടെ സമാന്തരമായിട്ടായിരിക്കും അല്ലെ. നമ്മളുടെ സ്കെയിലും പെൻസിലും വെച്ച് വരക്കണം കേട്ടാ. സമാന്തരമായിട്ട് കടന്നു പോകുന്നത് അല്ലെ, സമാന്തരമായിട്ട് കടന്നു പോകുന്നത് ഏതിലൂടെ പോകും? നമ്മളുടെ ഫോക്കസിലൂടെ കടന്നു പോകും അല്ലെ, നമ്മളുടെ ഫോക്കസിലൂടെയാണ് കടന്നു പോകുന്നത്. ഓക്കെ, ഈ ഒരു പോയിന്റിൽ വെച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? മീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോയിന്റിലാണ് നമുക്ക് എന്ത് ഫോം ചെയ്യുന്നത്? പ്രതിബിംബം, ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത് അല്ലെ. ഇവിടെയാണ് നമുക്ക് ഇമേജ്, പ്രതിബിംബം ഫോം ചെയ്തിട്ടുള്ളത്. റൈറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ് ഒബ്റ്റൈൻഡ്. ഈ ഒരു ഇമേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? തല തിരിഞ്ഞിട്ടാണുള്ളത് അല്ലെ, തല കീഴായിട്ട് ഇൻവേർട്ടഡ് ആണ്. പിന്നെ എന്താണ്? റിയൽ ആണ് അല്ലെ, ഒബ്ജക്റ്റ് വെച്ചതിന്റെ അതേ സൈഡിലല്ല ഫോം ചെയ്തത്, അപ്പറാണ് ഫോം ചെയ്തത്. അതുകൊണ്ട് റിയൽ ആണ്, യഥാർത്ഥമാണ് അല്ലെ. പിന്നെ എന്താണ്? വസ്തുവിനേക്കാൾ ചെറുതാണ് അല്ലെ, നമ്മളുടെ പ്രതിബിംബം, ഇമേജ്. അടുത്ത എന്താ? ഇമേജ് എവിടെയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്? എഫിനും 2Fനും ഇടയിൽ അല്ലെ, എഫിനും 2Fനും ഇടയിലായിട്ടാണ് നമുക്ക് പ്രതിബിംബം ഉണ്ടായിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പം ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനിയും ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.